കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബി ബിന്ദു, വിമലഗിരി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളാണ്. CBSEയുടെ നാഷണൽ അവാർഡ് 2019 നേടിയ ഒരു വ്യക്തി കൂടെയാണ്. ഒട്ടനവധി അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും കുട്ടികൾക്കുമായി ക്ലാസ്സുകൾ നടത്തുന്നു. ഒരു കൗൺസിലർ കൂടിയാണ്. രാമായണത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. രാമായണം ഇന്നത്തെ കാലഘട്ടത്ത് ഇന്നത്തെ തലമുറയ്ക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാനാകും, ഏതു വിധത്തിൽ വേണം നമ്മൾ രാമായണത്തിനെ കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. പിന്നെ മണ്ഡോദരി ഒരു അസാധാരണമായ മറ്റൊരു സ്ത്രീരത്നമാണ് മണ്ഡോദരി. മണ്ഡോദരി രാവണന്റെ ഇത്രയും ധനികനായ രാവണന്റെ ഭാര്യയാണ്. ഇത്രയും അനീതി ചെയ്യുമ്പോൾ പോലും മണ്ഡോദരി ഒരു ആസ് എ വൈഫ് എന്നുള്ള നിലയിൽ രാവണ ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. യുദ്ധം തുടങ്ങി കുറച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു യാഗം നടത്തുന്നുണ്ട് രാവണൻ. പക്ഷെ ആ യാഗത്തിൽ വിജയിച്ചാൽ, യാഗം നടന്നാൽ രാവണൻ ജയിക്കും. പക്ഷെ യാഗം എങ്ങനെയോ മുടങ്ങി. ആ മുടങ്ങിയ നിമിഷം രാവണന് മനസ്സിലായി, ഇനി എനിക്ക് രക്ഷയില്ല. അപ്പൊ രാവണൻ ദുർബലനായിട്ട് മണ്ഡോദരിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അവിടെ മണ്ഡോദരി പറയുന്നുണ്ട്, ഇനിയും സമയം വൈകിയിട്ടില്ല, സീതയെ തിരിച്ചു കൊടുക്കൂ, നമുക്ക് ഈ യുദ്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ രാവണനും ഒരു ബുദ്ധിശാലിയും ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ രാവണൻ മണ്ഡോദരിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ യുദ്ധം അവസാനിപ്പിച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അനീതിയാകും. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി എന്ന് ജനങ്ങൾക്ക് തോന്നും. ഞാൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ അവരെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയും ഒത്ത് രക്ഷപ്പെടുന്നത് ശരിയല്ല. അത് ഭീരുത്വമാണ്. ഇനി ഞാൻ എൻ്റെ കർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കാം എന്ന് രാവണൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ രാവണൻ വിഷമത്തോടെ അത് പറഞ്ഞ സമയത്ത് മണ്ഡോദരിയെ ആശ്വസിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇത്ര ശക്തിയുള്ള എന്താ പറയാ, ശൂരപരാക്രമിയായ രാവണനെ പറയാ സമാധാനിപ്പിക്കുന്ന മണ്ഡോദരിയെ നമുക്ക് അവിടെ കാണാം. അത് സ്ത്രീയുടെ ആ മൃദുല ഭാവം, സ്ത്രീക്ക് മാത്രമുള്ള ഒരു കഴിവാണ് ആ സാന്ത്വന ഭാവം. അത് നമുക്ക് മണ്ഡോദരിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയുള്ളതാണ് അഹല്യയോട് ചെയ്ത അനീതി സത്യത്തിൽ എന്നും എപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ട് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴാണ് അഹല്യ ഗൗതമ മഹർഷിയെ കല്യാണം കഴിക്കുന്നത്. പ്രായമേറെയുള്ള ഒരാളാണ് ഗൗതമ മഹർഷി. പിന്നെ നമുക്കറിയാലോ ആ കഥ എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ശാപം കിട്ടി കല്ലായി കുറെ കാലം ശ്രീരാമനെ കാത്തിരുന്ന അവസാനം ശ്രീരാമന്റെ സ്പർശമേറ്റപ്പോൾ അഹല്യ പൂർവ്വ രൂപം പ്രാപിച്ചു, കല്ലിൽ നിന്ന് മോചനം നേടി. പക്ഷെ അപ്പോൾ അഹല്യ ഒരിക്കലും ഗൗതമന്റെ മഹർഷിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ദ്രലോകത്തേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്തു വലിയ അനീതിയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അഹല്യ നേരിട്ടത്. അഹല്യയെ ഒരിക്കലും നമുക്കതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. ഭർത്താവിന്റെ രൂപത്തിൽ വന്ന ഇന്ദ്രൻ, അതെങ്ങനെയാണ് അഹല്യക്ക് തിരിച്ചറിയാൻ കഴിയുക? എന്തായാലും തിരിച്ചറിഞ്ഞാൽ തന്നെ അഹല്യയെ നമുക്കതിൽ കുറ്റപ്പെടുത്താൻ ഇന്നത്തെ ഒരു സ്ത്രീക്കും സാധിക്കില്ല. അപ്പോ ഈ അഹല്യ, മണ്ഡോദരി, പിന്നെ എല്ലാ കഥാപാത്രവും അതെ. ഇപ്പൊ അതില് ശൂർപ്പണക സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നടക്കുകയാണ്. അതൊരു സ്ത്രീയുടെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ലങ്കയില് ഇത്രയും സഹോദരന്മാരും ഒക്കെ ഉണ്ടായിട്ടും കുംഭകർണനും ഒക്കെ എല്ലാവരെയും ഒരു സഹോദരിയാണല്ലോ ശൂർപ്പണക. പക്ഷെ അവരൊന്നും സ്നേഹിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ശൂർപ്പണക രണ്ടുപേരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, എന്നെ കല്യാണം കഴിക്കൂ.
എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തട്ടിക്കളിക്കുന്നുണ്ട്, ശ്രീരാമനും ലക്ഷ്മണനും. അപ്പോ മറ്റേ ശൂർപ്പണഖയ്ക്ക് അനുഭവിച്ചിട്ടുള്ള ഇന്നത്തെ സ്ത്രീക്കും അങ്ങനെ ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ട്, സ്നേഹത്തിന് വേണ്ടി അവള് യാചിക്കുന്നത് പോലെ. പക്ഷെ അതൊരിക്കലും അതിന്റെ ആവശ്യമില്ല എന്നാണ് നമുക്ക് സീത എന്നുള്ള കഥാപാത്രം നമ്മളെ തെളിയിക്കുന്നത്. നമ്മുടെ ശക്തി നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മൾ ആരുടെയും പിറകെ അങ്ങനെ ഒരു അപേക്ഷാ രൂപത്തിൽ പോകേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്ക്. സ്ത്രീകളുടെ ശക്തി സ്ത്രീ തിരിച്ചറിയുക എന്നുള്ളതാണ് വിമൺ എംപവർമെന്റ് എന്നുകൊണ്ട് പോലും ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ആർക്കും ഒരു സ്ത്രീനെ ശക്തി കൊടുക്കാൻ സാധിക്കില്ല, സ്ത്രീ തിരിച്ചറിയാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഇത്രയും കഥാപാത്രങ്ങൾ അവരുടെ ഉൾക്കരുത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഊർമിളയുടെ ആ ഉൾക്കരുത്ത് നമുക്കറിയാം. ഊർമിളയും ഇതുപോലെ ജനകന്റെ കൊട്ടാരത്തിൽ വളർന്നതാണ്. അപ്പൊ അവിടെ അത്രയും ബുദ്ധിപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഇന്നും അതെ സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭർത്താവിന്റെ വീട്ടിലെ അന്തരീക്ഷമായിട്ട് ഇന്ന് സ്ത്രീകൾക്ക് പൊരുത്തപ്പെടാൻ കഴിയാതെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അവിടെയെല്ലാം നമുക്ക് വീണ്ടും ഒരു തിരിച്ചറിവാണത്. സ്ത്രീയുടെ കഴിവും, സ്ത്രീനെ അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. സ്ത്രീ എന്നും ഒരു പുരുഷന്റെ കൂടെ തന്നെ നിന്ന് തുല്യമായി അവൾക്ക് പുരുഷന്റെ ഒപ്പം തന്നെ സ്ത്രീക്ക് സമൂഹത്തിൽ പല കടമകളും ചെയ്ത് തീർക്കാനുണ്ട് എന്ന് രാമായണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മന്ദരയായാലും കൈകേയിയും വളരെ ക്ഷത്രിയ കുടുംബത്തിൽ നിന്ന് വന്നതാണ്, വലിയൊരു വാരിയറാണ്. അപ്പോ കൈകേയിക്ക് കൊടുത്തിട്ടുള്ള വാക്ക് പാലിക്കപ്പെടണം എന്നുള്ളത് ഒരു നീതിയാണ്. അപ്പൊ അതിൽ നമുക്ക് കൈകേയിനെ ഒരു ദുഷ്ട കഥാപാത്രമായി കാണാൻ സാധിക്കില്ല. അത് ഓർമ്മിപ്പിക്കുന്ന മന്ദരയും സത്യം പറഞ്ഞാൽ ഒരു കർമ്മം പൂർത്തീകരണത്തിന് ഇതെല്ലാം ആവശ്യമാണ്. ഒരു ജീവിതം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ് രാമായണത്തിൽ കൂടെ. നമ്മുടെയൊക്കെ ജീവിതം ഇപ്പോഴും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്